ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നോ? മീഷോൻ്റെ 40 ഫ്ലവർ സീഡ് പർച്ചേസ് ചെയ്ത് അതിൽ നമുക്ക് കിട്ടിയതാണ് ഈ ലോട്ടസിൻ്റെ സീഡ്. 3 സീഡായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ 2 സീഡൊന്ന് നട്ടു നോക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ജെർമിനേഷൻ, അതിൻ്റെ റിസൾട്ട് കണ്ടിട്ട് നമുക്ക് മൂന്നാമത്തെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അതിനകത്തൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇതിന് 2 ഭാഗമുണ്ട്. ഒന്ന് കൂർത്ത ഭാഗവും അതുപോലെ ഒന്ന് കുഴിഞ്ഞ ഭാഗവും. ഈ കുഴിഞ്ഞ ഭാഗം നല്ലപോലെ റബ്ബ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു വൈറ്റ് കളർ പോർഷൻ വരുന്നവരെ റബ്ബ് ചെയ്തിട്ട് അത് കുറച്ച് വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് ഡെയിലി ഇങ്ങനെ വെള്ളം മാറ്റണമെന്നാണ് അതിനകത്ത് കണ്ടത്. അപ്പം ഞാൻ റബ്ബ് ചെയ്യാൻ നോക്കിയിട്ടൊന്നും വൈറ്റ് കളർ പോർഷൻ വരുന്നില്ല. അങ്ങനെ കുറേ ഇട്ട് റബ്ബ് ചെയ്തപ്പം ഇത് ഈ കാണുന്ന പോലെ വന്നു. അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം എടുക്കുവാണ്. അതിനകത്തോട്ട് ഈ സീഡ് അങ്ങ് ഇട്ട് കൊടുക്കുവാണ്. ഇതിട്ട് കൊടുക്കുമ്പം രണ്ടും താഴ്ന്ന് കിടക്കുവാണെങ്കിൽ മുള വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിനകത്ത് ഒരെണ്ണം പൊങ്ങിയാണ് കിടക്കുന്നത്. അപ്പം അതങ്ങനെ ജെർമിനേഷന് സാധ്യതയില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് ഡേ ഞാൻ ഈ വെള്ളമൊക്കെ മാറ്റി കൊടുത്തു. സെക്കൻഡ് ഡേ ആയപ്പം ഈ ഗ്ലാസ് കൂടെ കാണുന്നില്ല. അത് എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. പിന്നെ വിചാരിച്ചു ഒരു സീഡും കൂടി ഇല്ലേ, നമുക്ക് അതും കൂടെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ സീഡ് ഞാൻ ഈ പറഞ്ഞ പ്രൊസീജിയർ അതേപോലെ ചെയ്ത് അങ്ങനെ ഇട്ടു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ ചെറുതായിട്ട് മുള ഇങ്ങനെ വന്നേ. ഇതും പൊങ്ങിയായിരുന്നു ആദ്യം കിടന്നിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഓഹോ അതും പോയിന്ന്. പക്ഷെ അതിനകത്ത് മുള വന്നു. ഇത് 7ാമത്തെ ദിവസമാണ് ഇത്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇതാണ് സീഡിൻ്റെ അപ്ഡേറ്റ്.